ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ലൊരു ചപ്പാത്തി എഗ് റോൾ റെസിപ്പി ആയിട്ടാണ്. ഇതിന് കറികളൊന്നും വേണ്ട, ചടപടയെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് കൊടുത്ത് നോക്കൂ. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്, പക്ഷേ ഈ റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ചപ്പാത്തി എഗ് റോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, ഇതിൽ കൂടരുത്, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് എടുക്കാം. ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഒരു പകുതി സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. ക്യാരറ്റ് നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം, പിന്നെ പച്ചമുളക്, ഒരു പച്ചമുളക് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് റോ ആയിട്ട് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ പിള്ളേരൊക്കെ ഇച്ചിരി ഒന്ന് കുക്ക് ചെയ്തില്ലെങ്കിൽ കഴിക്കില്ലല്ലോ. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരിത്തിരി സോയാ സോസും പിന്നെ ഒരിത്തിരി വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിയും പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 1/4 ഭാഗമൊക്കെ വേവായിട്ട് വന്നാൽ മതി കേട്ടോ, ഒരുപാട് വെന്ത് പോകണ്ട. അപ്പോൾ നമ്മൾ സാലഡിനൊക്കെ അരിയില്ലേ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് മതി കേട്ടോ. ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിത് പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഓംലേറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3-4 പേർക്ക് വേണമെങ്കിൽ അതനുസരിച്ച് മുട്ടയും ബാക്കി ഇൻഗ്രീഡിയൻസും മാറ്റം വരുത്തണേ. പാൻ ചൂടായിട്ട് വന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എൻ്റെ ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. നമ്മൾ ചപ്പാത്തി ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ഒരു റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഞാൻ സൈഡിൽ നിന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ മുട്ടയൊന്ന് കുക്കാകുന്നതിന് മുന്നേ തന്നെ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ മുട്ടയും ചപ്പാത്തിയും ഒരുപോലെ തന്നെ ഈവനായിട്ട് കുക്കായിട്ട് വരും, അങ്ങനെ ഒട്ടിച്ചേർന്ന് വരും. അതാണ് വേണ്ടത്, സെപ്പറേറ്റ് വിട്ട് പോകരുത്. മുട്ട ഒഴിച്ച് കൊടുത്ത് ഉടനെ തന്നെ ചപ്പാത്തി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും മുകളിലായിട്ട് ഒരു ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ പുരട്ടി കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ പുരട്ടി കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി. ഒരു സൈഡൊന്ന് റെഡി ആയിട്ടുണ്ട്, മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് എടുക്കാം. ഇനി മയണൈസ് ഉണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് മയണൈസും കൂടെ പുരട്ടി കൊടുക്കാം. ഞാൻ പൊതുവേ മയണൈസ് കുട്ടികൾക്ക് അങ്ങനെ അധികം കൊടുക്കാറില്ല, ഒത്തിരി എണ്ണയും ഒക്കെ ആയതുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് ചീസ് ഉണ്ടെങ്കിൽ ചീസും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസും ചീസും കൂടി ഇവിടെ കുട്ടികൾക്ക് ഒരു മടുപ്പ് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത വെജിറ്റബിൾസ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഷവർമയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണെന്നാണ് ഇവിടെ കുട്ടികൾ പറഞ്ഞത് കേട്ടോ. അവർ പൊതുവേ ഈ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും മാറ്റി വയ്ക്കും, പക്ഷേ ഇതെന്താണാവോ അവർ കഴിച്ചിട്ടുണ്ട്, അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളാണ് പറഞ്ഞത്, അമ്മ റെസിപ്പി ആയിട്ട് കാണിക്കാൻ പറയുന്നത്. മിക്കവാറും ഞാൻ ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണിത്. ഒന്ന് മുറിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷവർമയൊക്കെ കിട്ടുമ്പോൾ റോൾ ചെയ്ത് കൊടുക്കില്ലേ, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. ഒറ്റ നോട്ടത്തിൽ വേണ്ടാന്നൊന്നും പറയത്തില്ല. പുറത്തുനിന്നൊക്കെ ഷവർമ കിട്ടുന്ന ആ ഒരു ഫീല് വരും. പെട്ടെന്ന് ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. ക്യാപ്സിക്കം ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കേണ്ട, ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ക്യാരറ്റും അല്ലെങ്കിൽ ബീൻസോ എന്തെങ്കിലുമൊക്കെ മതി. ടൊമാറ്റോ ചേർക്കണമെങ്കിൽ ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ഹെൽത്തി റെസിപ്പിയാണ്. നെയ്യ് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ ഒലിച്ചു പോകാത്ത രീതിയിൽ വേണം നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബട്ടർ ഒന്ന് പുരട്ടി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.